കഴിക്കുന്ന ഭക്ഷണത്തിൽ പല്ലിയും പാറ്റയും. എടപ്പള്ളി ഇഫ്താറിന്ന് കിട്ടിയൊരു ഗിഫ്റ്റാണിത്. നല്ല ഒന്നാന്തരം പല്ലി. ഞാനും വൈഫും കൂടെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തെ. നമസ്കാരം ഗൈസ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഇപ്പൊ പല്ലിയെ വരെ കിട്ടി തുടങ്ങി. എന്താണല്ലേ നമ്മളെപ്പോഴും മറ്റുള്ള സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാല് വൃത്തിയുടെ കാര്യത്തിൽ 100% ആണെന്നാണ്. എന്നാൽ ഇതാണോ വൃത്തി? ഇതാണോ? നിങ്ങൾ പറ. എറണാകുളത്താണ് സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലില് ഒരു ഹസ്ബൻഡ് ഓർ വൈഫ് അവിടെ ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അവരുടെ വൈഫ് ബിരിയാണിയോ അങ്ങനെ എന്തോ വാങ്ങി. ഈ ഹസ്ബൻഡ് കുഴിമന്തിയാണ് വാങ്ങിയെന്ന് പറയുന്നുണ്ട്. കുഴിമന്തിയോ അൽഫാം മന്തിയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ അകത്ത് കൊടുത്ത മയോണീസിലാണ് ഇതുപോലെ പല്ലിയെ കണ്ടതെന്നാണ് അവര് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു? അവിടെയുള്ള ഹോട്ടലിലുള്ള അധികൃതരോട് സംസാരിച്ചു. അപ്പൊ അവര് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ പഴഞ്ച റീസൺ തന്നെയാണ്. അതായത് ഉണ്ടാക്കിയാളെ പുറത്താക്കുക, അല്ലെങ്കിൽ അവരോട് നമ്മൾ ഷൗട്ട് ചെയ്തോളാം, അവര് പണിഷ്മെന്റ് കൊടുത്തോളാം. ഇതുകൊണ്ട് പ്രശ്നം തീരുവോ? നിങ്ങൾ പറ, ഇതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുവോ? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ ശരിക്കും. എടപ്പള്ളി ഇഫ്താറിന്ന് കിട്ടിയൊരു ഗിഫ്റ്റാണിത്. നല്ല ഒന്നാന്തരം പല്ലി. ഞാനും വൈഫും കൂടെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ മയണൈസിൽ നിന്ന് കിട്ടിയതാണ് ഈ പല്ലീനെ. വൈഫ് ഒരു കപ്സേ, ഞാൻ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. ഈ പല്ലീനെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വെയിറ്ററെ വിളിച്ച് കാര്യം പറഞ്ഞു. വെയിറ്റർ കൊണ്ട് പറയണത് ഉണ്ടാക്കിയവനെ പറഞ്ഞു വിടും, അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ടു എന്ത് നടപടി വന്നാലും സ്വീകരിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഒരാൾ നമ്മളോട് ചോദിക്കാൻ വന്നില്ല. നമ്മൾ നേരെ നമ്പർ എടുത്ത് ഫുഡ് ഇൻസ്പെക്ടറെ വിളിച്ച് പറഞ്ഞപ്പം അവർ പറയണത് ഉടനടി ഒരു നടപടിയൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഫോട്ടോയും വീഡിയോ അയച്ചു കൊടുത്താൽ മതി, അവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റത്തില്ലെന്നാണ്. പിന്നെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ നമുക്ക് നോക്കാം. ഇതുപോലെ സ്ഥലം വരുന്നത് എടപ്പള്ളിയിലാണ് ഇഫ്താർ. എത്രത്തോളം അപകടകരമാണ് ഇങ്ങനെയുള്ള കാര്യം. ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ ഒരു മലയാളം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അതായത് ഇവിടെയൊക്കെ കുക്ക് ചെയ്യുന്ന ചില സ്റ്റാഫുമാരുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാല് ഇവരത് പറയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല്. കാരണം അവര് ഭയക്കുന്നത് അവിടെയുള്ള ഹോട്ടൽ മാനേജ്മെന്റിനെയാണ്. അവർ ഞങ്ങളെ ചീത്ത പറയോ അല്ലെങ്കിൽ ഞങ്ങളുടെ സാലറി കുറക്കുവോ എന്നുള്ള പേടി കൊണ്ട് പല ആൾക്കാരും പറയുന്നില്ല. ചിലപ്പോൾ ഈ കുക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ അന്യ സംസ്ഥാനക്കാരോ അങ്ങനെയൊക്കെ ആയിരിക്കാം, മലയാളി തന്നെ ആവണമെന്നില്ല. ഇനി എങ്ങനെയാണെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും വരുന്നത് ഒരു ഫാമിലിയിൽ നിന്നാണ്. ആ ഫാമിലിയിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളും ഇവിടുന്ന് ജോലി കഴിഞ്ഞാൽ വീട്ടിലോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ ജീവൻ നിലനിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. നിങ്ങളോ വിശ്വസിച്ച് കസ്റ്റമേഴ്സ് നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ അവരെ നിങ്ങൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തൊഴിലാളികളോട് പറയാം, ഹോട്ടൽ തൊഴിലാളികളോട്, ഈ പാചകം ചെയ്യുന്ന ആൾക്കാരോടാണ്, ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അത് നിങ്ങളുടെ ഹോട്ടലിന്റെ ഓണറുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. എന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് വഴക്ക് കേൾക്കാന്നുള്ളതും, അല്ലെങ്കിൽ അതിന്റെ പൈസ നമ്മൾ കൊടുക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ ആ നഷ്ടം നമ്മൾ സഹിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് വേറെ ആരും സഹിക്കില്ല. അപ്പൊ അത് ഓരോ ആളുടെയും കടമയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കണത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എല്ലാ ഹോട്ടലിലെ ഉടമകളും ഈ ഒരു കാര്യങ്ങൾ അറേഞ്ച്മെന്റ്സ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അവിടെയുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം. ഇനി നമ്മൾ കസ്റ്റമർ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് റെസ്റ്റോറന്റിൽ പോകാറുണ്ട്. കസ്റ്റമേഴ്സ് അങ്ങനെ പോകുമ്പോൾ ഈ കസ്റ്റമേഴ്സിന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? വലിയ വലിയ ഹോട്ടലുകളിൽ നിങ്ങൾ ധൈര്യത്തോടെ പോയിരിക്കും. ആരെ വിശ്വസിച്ചാണ് നിങ്ങൾ പോയിരിക്കുന്നത്? അല്ലെങ്കിൽ അവരും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണോ അവരവിടെ ഇരിക്കുന്നത്? നിങ്ങൾ അവരെ അനന്തമായി വിശ്വസിക്കുന്നു. എന്തിന്? നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇത് ഏറ്റവും വലിയ പൊട്ടത്തെറ്റാണത്. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കസ്റ്റമർ, നിങ്ങളൊരു കസ്റ്റമർ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള അവകാശമുണ്ട്. അവിടെ അവർ കുക്ക് ചെയ്യുന്ന സ്ഥലം നിങ്ങളെ കാണിച്ചു തരാൻ പറയണം. നിങ്ങൾ കസ്റ്റമേഴ്സ് പോയി, നിങ്ങൾ ഫാമിലി ആണെങ്കിൽ ഫാമിലി ആയിട്ട് നിങ്ങൾ പോയി നോക്കുക. ഫാമിലിയിൽ ഒരാൾ പോയി നോക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് അച്ഛനാണ്, ഉപ്പയാണ്, ആരെങ്കിലും ഒരാൾ പോയി കൃത്യമായി നോക്കി അവരുടെ ഫുഡൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്ന സ്ഥലം നീറ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിച്ചിട്ട് മാത്രമേ നിങ്ങൾ കഴിക്കാവൂ. ഈ ഒരു അവകാശം ഇന്ത്യയിൽ എല്ലാവർക്കും ഉണ്ട്, ഏത് റെസ്റ്റോറന്റിലും ഉണ്ട്. ഇനി അത് നിങ്ങളെ വിടുന്നില്ലേ? നിങ്ങൾക്ക് നിയമപരമായിട്ട് നീങ്ങാനുള്ള അവകാശം ഉണ്ട് ഇവിടെ. മനസ്സിലായോ? അല്ലാതെ റെസ്റ്റോറന്റിന്റെ പുറമേയുള്ള ഭംഗി കണ്ട് ചാടി കയറി പോയി ഭക്ഷണം കഴിച്ചാലുണ്ടല്ലോ, ഇതായിരിക്കും അവസ്ഥ. എടപ്പള്ളി ഇഫ്താറിന്ന് കിട്ടിയൊരു ഗിഫ്റ്റാണിത്. നല്ല ഒന്നാന്തരം പല്ലി. ഞാനും വൈഫും കൂടെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ മയണൈസിൽ നിന്ന് കിട്ടിയതാണ് ഈ പല്ലീനെ. വൈഫ് ഒരു കപ്സേ, ഞാൻ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. ഈ പല്ലീനെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു അവസ്ഥ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കും, അതായത് ചേട്ടൻ അതിന്റെ അകത്ത് പറയുന്നുണ്ട്,
ആ ചേട്ടൻ കുറച്ച് കഴിച്ചതിന് ശേഷമാണ് ഈ മയോണൈസ് ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അതിന്റെ അകത്ത് ഇതുപോലെ പല്ലിയെ കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കുറച്ച് ഭക്ഷണം കഴിച്ചും പോയി, ആ ഭക്ഷണം ഛർദ്ദിക്കാനും വയ്യ, ബാക്കിയുള്ളത് കഴിക്കാനും വയ്യ. കഴിച്ചുപോയ ഭക്ഷണം എന്ത് ചെയ്യും? അപ്പൊ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഹോട്ടലുകാര്, നിങ്ങളെ വിശ്വസിച്ചാണ് ഓരോ കസ്റ്റമേഴ്സും അവിടെ വരുന്നത്. ഇപ്പൊ യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ഹോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അവർക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചോറ് കെട്ടി പൊതിഞ്ഞൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഹോട്ടലുകളെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ മാനവരാശിയുടെ 98% ആൾക്കാരും ഇപ്പൊ നിൽക്കുന്നത്. 98 ഏതാണ്ട് 99 തന്നെ പറയാം. പക്ഷെ എന്നാലും 1% ഞാൻ കുറച്ച് പറഞ്ഞാണ്. ഇപ്പൊ എല്ലാവരും ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ പോലും ഷോയുടെ പേരിൽ ഇപ്പൊ പുറത്തുനിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഹോട്ടലുകാർക്ക് എന്തായി? ഒരുപാട് കച്ചവടം കൂടി. കച്ചവടം കൂടുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൊള്ളലാഭം കൊയ്യാൻ വേണ്ടി എന്ത് തമ്മാടിത്തരവും കാണിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് കച്ചവടം കൂടാനുള്ള കാരണം കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സ് തരുന്ന പൈസയാണ് നിങ്ങൾ പോക്കറ്റിൽ ഇടുന്നത്. അപ്പൊ ആരാ ഇവിടെ രാജാവ്? അതുകൊണ്ടാണ് പറയുന്നത് കസ്റ്റമർ ഇസ് എ കിങ് എന്നുള്ള കാര്യം. കസ്റ്റമർ വന്ന് ഭക്ഷണം കഴിച്ച് പൈസ തന്നാലേ നിങ്ങളുടെ പോക്കറ്റിൽ വീർക്കുള്ളൂ. അപ്പൊ അതിനുള്ള മര്യാദ നിങ്ങൾ കസ്റ്റമേഴ്സിനോടും കാണിക്കണം. ഇവിടെ രണ്ടാൾക്കാർക്ക് ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. കസ്റ്റമേഴ്സ് ഒരു ഹോട്ടലിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, അതിന്റെ അണിയറ കൃത്യമായി പോയി നിങ്ങൾ നോക്കുക. രണ്ടാമത്തത് ഹോട്ടലുകാർക്കും നല്ല രീതിക്ക് ഇതിന്റെ ഓണറും ശ്രദ്ധിക്കണം. ഏത് രീതിക്കാണ് എന്റെ ഹോട്ടലിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത്. ഇനി അത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാവുന്ന സ്ഥലം ആയിരിക്കരുത് ഒരിക്കലും. പാറ്റിയോ പല്ലിയോ പഴുതാരിയോ ഒന്നും വരാനുള്ള ചാൻസ് ഉണ്ടാവരുത്. ഇപ്പൊ പണിക്കാർ പേടിച്ചിട്ട് എന്താ ചെയ്യാ? ഇതിന്റെ അകത്തൊരു പാമ്പ് വന്ന് വീണാലും അവരൊന്നും പറയാൻ പോകുന്നില്ല. ഈ ഒരു സംഭവം വളരെ നൈസായിട്ട് സപ്ലയറിലെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് സെൻഡ് ചെയ്യും. നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഇപ്പൊ CC ക്യാമറയിലൊക്കെ കുടുങ്ങിയ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. സത്യം പറയാൻ ഈ ക്യാമറയാണ് രാജാവ് എന്ന് പറയാം. കാരണം പല സ്ഥലങ്ങളിലും ഈ ക്യാമറ ഉള്ളത് കൊണ്ടാണ് ഇന്ന് കസ്റ്റമേഴ്സ് ഇതൊക്കെ അറിയുന്നത്. എലിയൊക്കെ വീണ് ഒരുപാട് അത് മൈൻഡ് ചെയ്യാതെ കോരി ചാടുന്നതൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെൽത്ത് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരു റെസ്റ്റോറന്റിന്റെ ഭംഗി കണ്ട് പൊങ്ങച്ചം കാണിക്കാനും സ്റ്റാറ്റസ് എടുക്കാനും വേണ്ടി പോയി ഭക്ഷണം കഴിക്കരുത്. കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ നിങ്ങൾ ഹോട്ടലുകാരും ഓരോ കസ്റ്റമേഴ്സിനും നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് 100% ക്ലീൻ ആണെന്ന് നിങ്ങളും ഉറപ്പുവരുത്തണം. ഈ തൊഴിലാളികളോട് പറയാം, എന്തെങ്കിലും ഇതേപോലുള്ള ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു സഹോദരന്മാരെ അത് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്കും കുടുംബമുണ്ട്, നിങ്ങളുടെ വീട്ടിലും ആൾക്കാരുണ്ട്. നാളെ നിങ്ങളുടെ വീട്ടുകാർക്ക് പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുപോലൊരു അവസ്ഥ വന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പഴിയുടെ പേരിലോ നിങ്ങളുടെ സാലറി കട്ടാവുന്നതിന്റെ പേരിലോ കസ്റ്റമേഴ്സിന് വിഷം തീറ്റിക്കുന്ന നിങ്ങളുടെ പരിപാടി ഉണ്ടല്ലോ, എത്രത്തോളം ചെറ്റത്തരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ സ്വന്തമായിട്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ നമ്മൾ കണ്ണൂരൊക്കെ ആണെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പോയി ബോധ്യപ്പെട്ട ചില റെസ്റ്റോറന്റുകൾ ഉണ്ട്. കണ്ണൂരിൽ ഇപ്പൊ പുലരി റെസ്റ്റോറന്റ് നമ്മളെല്ലാവരോടും പറയുന്നതാണ്, വളരെ ധൈര്യത്തോട് ഫുഡ് കഴിച്ചു എന്നുള്ള കാര്യം. കാരണം ഞാൻ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്, സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പം നമ്മൾ അതിന്റെ അണിയറ വരെ കയറി നോക്കുന്നതാ കൃത്യമായിട്ട്. എന്ന് വെച്ച് ബാക്കിയുള്ള ഹോട്ടലെല്ലാം മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ കണ്ട് തൃപ്തിപ്പെട്ട് ബോധ്യപ്പെട്ട 2 ഹോട്ടലുകൾ ഉണ്ട് കണ്ണൂര്. ഞാൻ ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. ഒന്ന് കണ്ണൂർ പുലരി ഹോട്ടൽ, നമ്മുടെ സൗത്ത് ബസാറിന്റെ ഒക്കെ സൈഡിലാണ്, കണ്ണൂർ സബ് ജയിലിന്റെ ഒക്കെ സൈഡിലായിട്ട് വരും. രണ്ടാമത്തത് കാർത്തിക റെസ്റ്റോറന്റ്, നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ അടുത്ത്, അവിടെ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രമുണ്ട്, അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റും വരുന്നത്. ഈ 2 റെസ്റ്റോറന്റുകളിലും നമ്മൾ ഡെലിവറിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പാചകശാല വരെ കയറി ചെല്ലാനുള്ള പെർമിഷൻ ഉണ്ട്. നമ്മൾ കയറി ചെല്ലാറുമുണ്ട്. ഈ പെർമിഷൻ നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം കേട്ടോ. ഇതെല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രമല്ല, നിങ്ങൾ കസ്റ്റമേഴ്സിനും ഉണ്ട്. അപ്പൊ ഈ 2 ഹോട്ടലിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. ഇൻ കേസ് കണ്ണൂരിലേക്കൊക്കെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂറൊക്കെ പോയിട്ട് നിങ്ങൾ കണ്ണൂർ എത്തിയിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ ആവശ്യമായി കണ്ണൂർ വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 റെസ്റ്റോറന്റിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം. ഞാൻ ഇപ്പോഴും പറഞ്ഞു എന്നും കരുതി മറ്റുള്ള റെസ്റ്റോറന്റ് ഒന്നും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ട് ബോധ്യപ്പെട്ട 2 റെസ്റ്റോറന്റ് ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റുള്ള ഓണറൊക്കെ പറയും ചിലപ്പോ, നീ എന്തുവാടാ നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് ഇങ്ങനെ കുറ്റം പറയുന്നത്. അങ്ങനെയൊന്നല്ല കേട്ടോ. തെറ്റ് ആരുടെ ഭാഗത്ത് കണ്ടാലും നമ്മൾ പ്രതികരിക്കണം. അതിന് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നത്, വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പൈസ ചെലവ് തന്നെയാണ്. അതുകൊണ്ട് ആരുടെയും ഔദാര്യത്തിലല്ല. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വണ്ടിയിലാണ്, വണ്ടിക്ക് പെട്രോൾ അടിക്കണം, അവിടെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണം, അവിടെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊന്നും ഓസിക്കല്ല ചെയ്യുന്നത്. നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ചോദിക്കാനും ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള സാധനം നമ്മളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് തരാനും അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഇത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടെ പറയാം, ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം അറിയാലോ, എല്ലാവരും വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇനിയിപ്പോ ചില ആൾ പറയും നമ്മൾ ഹോട്ടലിൽ പോക്കില്ല എന്നുള്ള കാര്യം. ഡെലിവറി ഫുഡാണ്. ഈ ഡെലിവറി ഫുഡ് എവിടെ നിന്നാണ് വരുന്നത്? സ്വിഗ്ഗി ഓർ സൊമാറ്റോ അല്ലെങ്കിൽ മറ്റ് ഡൊമിനോ പിസ, ഇതൊക്കെ വരുന്നത് ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ അല്ലെങ്കിൽ ഡൊമിനോ പിസ ഓൺലി ഡെലിവറി സർവീസ്. നിങ്ങൾക്ക് അറിയാലോ, ഫുഡ് വരുന്നത് റെസ്റ്റോറന്റിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ റെസ്റ്റോറന്റിലും മനസ്സിലാക്കണം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം. അല്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം പിന്നെ ഒന്നിനും കൊള്ളൂല. മനസ്സിലായോ? നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ പാറ്റയും പല്ലിയും പഴുതാരിയും ചിലപ്പോൾ പാമ്പും അനാക്കൊണ്ടൊക്കെ വീണ ഫുഡ് നിങ്ങൾ കഴിക്കേണ്ടി വരും. നിങ്ങൾ കാണുന്നുമില്ല അത്. ഇപ്പൊ എന്തോ ഭാഗ്യത്തിന് അവർ ശ്രദ്ധിച്ചത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഓരോ ആളുടെ ജീവന്റെ വിലയാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ പേടിച്ചിട്ട് നിങ്ങൾ പ്രതികരിക്കാതിരിക്കരുത്. എന്ത് തന്നെ വന്നാലും ഈ ഭൂമി രണ്ടായിട്ട് വളരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കണം. കാരണം എന്ന് പറഞ്ഞാല് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു റെസ്റ്റോറന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ പാചകശാല ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കുക. നിങ്ങളുടെ ജീവൻ സേവ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് മറ്റാരും നോക്കൂല. എല്ലാവർക്കും പൈസയെ വേണ്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് സൂക്ഷിക്കുക. നല്ല രീതിക്ക് മുമ്പോട്ട് പോവുക. നമസ്കാരം.